നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ ഒന്നാമത്തെ കഥ. മഴ പെയ്യാറുള്ള കാലത്ത് മഴ പെയ്യാതിരുന്നു. തെന്നാലിയിൽ അത്യധികമായ ചൂടും വരൾച്ചയും ഉണ്ടായി. കുളങ്ങളിലും കിണറുകളിലും ഒട്ടും വെള്ളമില്ലാതായി. ഈ സ്ഥിതി കുറേ ദിവസം കൂടി തുടർന്നു പോയാലോ? ആളുകൾക്ക് തെനാലി ഉപേക്ഷിച്ചു പോകേണ്ടി വരും. അല്ലാത്ത പക്ഷം അവർ വെള്ളം കുടിക്കാതെ മരിക്കുകയും ചെയ്യും. അതാ ആരാണ് തെന്നാലിയിലേക്ക് വരുന്നത്? അന്യദിക്കുകാരനായ ഒരു സന്യാസി. എന്തൊരാശ്ചര്യമാണിത്! സന്യാസിയോടുകൂടി മഴയും വന്നിരിക്കുന്നു. സാധാരണ മഴയല്ല, കോരിച്ചൊരിയുന്ന പേമാരി. തെനാലി നിവാസികൾ ഭക്തി കൊണ്ട് പരവശരായി. ഈശ്വരഭക്തിയല്ല, സന്യാസിയോടുള്ള ഭക്തി. എത്ര ദിവ്യത്വമാണ് സന്യാസിക്ക്! അദ്ദേഹം നാട്ടിൽ പ്രവേശിച്ചതേയുള്ളൂ. അപ്പോഴേക്കും വരൾച്ച മാറി മഴയായി. ഓടിച്ചെന്ന് അവർ സന്യാസിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഒരുവൻ മാത്രം ഓടിച്ചെന്നുമില്ല, നമസ്കരിച്ചുമില്ല. അവൻ മറ്റാരുമല്ല, രാമൻ തന്നെ. അവനെക്കുറിച്ച് മറ്റെല്ലാവർക്കും പുച്ഛം തോന്നി. ഭക്തിയില്ലാത്ത ചെറുക്കൻ. ഹേ സന്യാസി വരിയ, നമ്മുടെ ഈ പനമരം എങ്ങനെയുണ്ട്? രാമൻ ചോദിച്ചു. ആളുകൾക്ക് എന്ത് നീരസമാണ് തോന്നിയത്. പനമരം എങ്ങനെയുണ്ട് പോലും? കൊള്ളാം, നല്ല ചോദ്യം, അതും ദിവ്യനോട്. ചോദ്യം കേട്ട സന്യാസി പുഞ്ചിരി തൂകി. മാത്രമല്ല രാമനെ നോക്കി തലയും കുലുക്കി, എന്തോ സമ്മതിക്കുന്ന മട്ടിൽ. അവർക്കൊന്നും മനസ്സിലായില്ല. രാമൻ മനസ്സിലാക്കി കൊടുത്തു. പണ്ടൊരിക്കൽ ഒരു കാക്കയ്ക്ക് ഒരിടത്ത് ഇരിക്കണം എന്ന് തോന്നി. ആ പക്ഷി ഒരു പനമരത്തിൽ ചെന്നിരുന്നു. ആ നിമിഷത്തിൽ എന്തുണ്ടായി എന്നോ? ഒരു പനങ്ങ തനിയെ വീഴാനിടയായി. അത് കണ്ടു നിന്നിരുന്ന കുറേ ആളുകൾ അവർക്ക് ഒന്ന് തീർച്ചയായി. പനങ്ങ വീഴാൻ കാരണം കാക്ക ഇരുന്നതാണ്. നോക്കണേ ഇവരുടെ അന്ധവിശ്വാസം. സന്യാസി രാമനെ പ്രത്യേകം വിളിച്ചു. നിന്റെ ബുദ്ധിശക്തിയിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാം. നീ അവ അനുസരിക്കണം. എന്നാൽ നീ കെങ്കേമനാവും, അദ്ദേഹം പറഞ്ഞു. തുടർന്ന് സന്യാസി അല്പം സംസാരിച്ചു. അദ്ദേഹത്തിന് ഒരു കാളി മന്ത്രം വശമുണ്ട്. ആ കാളി മന്ത്രം രാമനെ പഠിപ്പിക്കാം. രാമൻ കാളിക്ഷേത്രത്തിൽ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം. കാളിദേവി പ്രസാദിക്കും, രാമനെ അനുഗ്രഹിക്കും. സന്യാസിയുടെ പക്കൽ നിന്ന് രാമൻ കാളി മന്ത്രം പഠിച്ചു. രാത്രിയിൽ കാളിക്ഷേത്രത്തിൽ ചെന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി. അർദ്ധരാത്രി വന്നെത്തി. എന്താണ് രാമൻ്റെ മുന്നിൽ കാണുന്ന ആ ഭയങ്കര രൂപം? സാക്ഷാൽ കാളിദേവി. ഒന്നല്ല, 1000 മുഖങ്ങളുണ്ട് ദേവിക്ക്. 1000 വായകൾക്കുള്ളിൽ ഘോരമായ ദംഷ്ട്രങ്ങൾ കാണാം. 2000 കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറുന്നു. ആര് കണ്ടാലും ഭയന്ന് നിലവിളിച്ചു പോവും. രാമൻ ഭയന്നുമില്ല, നിലവിളിച്ചുമില്ല. മറിച്ച് ഒന്ന് ചിരിച്ചു. അർത്ഥമുള്ള ഒരു ചിരി. നീ എന്തിനു ചിരിക്കുന്നു? ദേവി നീരസം ഭാവിച്ചു. ദേവി, അടിയൻ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരാറുണ്ട്. ഒരു മൂക്കേ അടിയനുള്ളൂ. എങ്കിലും ഒറ്റ മൂക്കിലൂടെ വരുന്ന നീരൊലിപ്പ് തുടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ദേവിക്ക് 1000 മൂക്കുണ്ടെങ്കിലും 2 കൈകളേ കാണുന്നുള്ളൂ. ജലദോഷം വരുമ്പോൾ അവിടുന്ന് എങ്ങനെ 1000 മൂക്ക് തുടയ്ക്കും? അതാലോചിച്ച് അടിയൻ ചിരിച്ചു പോയതാണേ. രാമൻ ഉത്തരം നൽകി. ദേവിക്ക് പോലും ചിരി വന്നുപോയി. രാമ, ഇതാ 2 സ്വർണ്ണക്കിണ്ണങ്ങൾ. ഒന്നിൽ വിജ്ഞാനമാകുന്ന പാൽ, മറ്റേതിൽ ധനമാകുന്ന പാൽ. ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചു കൊള്ളൂ. ദേവി, ഒരു ചൊല്ലുണ്ട്, ധനം പുളിക്കുമെന്ന്. എന്താണ് ആ ചൊല്ലിൻ്റെ അർത്ഥം? ധനം ഉണ്ടാക്കുന്ന രീതികൾ സാധാരണയായി നല്ലതല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പുളിയുള്ള രീതികൾ. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും സ്വാദറിയാതെ അടിയൻ എങ്ങനെ ഒന്ന് സ്വീകരിക്കും? രാമ, ഒരു വിരൽ കൊണ്ട് തൊട്ട് 2ഉം സ്വാദു നോക്കിക്കോളൂ. ദേവി കിണ്ണങ്ങൾ നൽകി. രാമൻ വാങ്ങിയിട്ട് എന്തു ചെയ്തു? 2ഉം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അടിയനോട് ദേവി ക്ഷമിക്കണം. അടിയന് വിജ്ഞാനവും വേണം, ധനവും വേണം. 2ഉം ഉണ്ടെങ്കിലേ ജീവിതം സുഖമാക്കാനൊക്കൂ. എന്തൊരു കുസൃതിക്കാരനാണ് നീ! ഒന്നിനു പകരം 2ഉം കുടിച്ചല്ലേ? അക്കാരണത്താൽ നീ ഒരു വികടകവിയാവും. ദേവി, അങ്ങനെ അരുളി ചെയ്യരുത്. അടിയന് വികടകവി ആയാൽ മാത്രം പോരാ, കവിയും കൂടിയാവണം. പോരെങ്കിൽ കുറ്റം അവിടത്തേക്കുമുണ്ട്. 2 കിണ്ണവും കയ്യിലുണ്ട്. 2നും തുല്യമായ പ്രാധാന്യം അവിടുന്ന് നൽകിയിട്ടുണ്ട്.
അതല്ലേ അതിൻ്റെ അർത്ഥം? ശരി, നീ ഒരേ സമയത്ത് വികടകവിയും കവിയുമാവും. എങ്കിലും കീർത്തി നേടുന്നത് കവിയായിട്ടല്ല, പിന്നെയോ വിദൂഷകനായിട്ട്. ഇത്രയും പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു. രാമൻ വീട്ടിലേക്ക് പോയി. മനസ്സിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. ദേവി അനുഗ്രഹിച്ചില്ലേ? നന്ദി.